ഹലോ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു തേൻ നെല്ലിക്കയുടെ റെസിപ്പിയാണ്. തേൻ നെല്ലിക്ക നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് തേൻ മാത്രമായിട്ട് ഉണ്ടാക്കാറുണ്ട്, അതുപോലെ ശർക്കര ചേർത്ത് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇത് ചെയ്യുന്നത് തേൻ മാത്രമായിട്ടുള്ള തേൻ നെല്ലിക്കയാണ്. അതിനാവശ്യമായിട്ടുള്ള നല്ല വിളഞ്ഞ നെല്ലിക്ക നോക്കിയെടുക്കുക. അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് വെള്ളം തിളപ്പിച്ച് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് അതിനെ ഒന്ന് ചൂടാക്കിയെടുക്കുക. നെല്ലിക്ക ചൂടാക്കാതെ ഡയറക്റ്റ് തേനിലിടുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തേൻ നെല്ലിക്കയായിട്ട് കിട്ടില്ല. അതുകൊണ്ട് വെള്ളം തിളപ്പിച്ച് ഒരു 2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന സമയത്തേക്കും തീ ഓഫ് ചെയ്തതിന് ശേഷം വെള്ളത്തിൽ നിന്ന് നെല്ലിക്ക മാറ്റിയെടുക്കുക. വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുത്തതിന് ശേഷം ഒരു ടവൽ ഉപയോഗിച്ച് അതൊന്ന് തുടച്ച് വൃത്തിയാക്കുക. അതിലുള്ള ഈർപ്പമെല്ലാം മാറുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുക. അത് ചൂടുള്ളത് കൊണ്ട് കുറച്ച് സമയം വച്ചിരുന്നാൽ ഈർപ്പമെല്ലാം മാറിക്കിട്ടും. എങ്കിലും ഒട്ടും ഈർപ്പം ഇരിക്കാൻ പാടില്ല. അതുകൊണ്ട് ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. അപ്പം നെല്ലിക്കെല്ലാം തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് അതിനെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. 1-2 കട്ട് അവിടെ ഇവിടെയായിട്ട് തേൻ അകത്തേക്ക് കയറാൻ ആവശ്യമായ രീതിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. തേൻ നെല്ലിക്ക ഉണ്ടാക്കുന്ന സമയത്ത് നെല്ലിക്ക മുഴുവനായിട്ട് ഉപയോഗിക്കാതെ, മുഴുവനായിട്ട് തന്നെ ഇടാതെ ഇത് നമുക്കതിനെ ചെറിയ ചെറിയ പീസാക്കി അല്ലെങ്കിൽ ഓരോ അല്ലികളായിട്ട് ഇളക്കിയെടുത്ത് അങ്ങനെയും തേൻ നെല്ലിക്ക നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അത് കുറച്ചുകൂടെ പെട്ടെന്ന് തേൻ അകത്ത് കയറി കിട്ടും. ഇനി നമുക്ക് ഒരു ഗ്ലാസ്സിൽ ജാറോ അല്ലെങ്കിൽ ഒരു ചെറിയ ഭരണിയോ എടുക്കാം. നമുക്ക് കണ്ടെയ്നർ ആവശ്യമുള്ള രീതിയിലൊരു നെല്ലിക്ക കൊള്ളുന്ന രീതിയിലൊരു കണ്ടെയ്നർ എടുക്കുക. അപ്പോൾ നമ്മൾ ഗ്ലാസ്സിലുള്ളൊരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് വളരെ ശുദ്ധമായിട്ടുള്ള തേൻ മാത്രമാണ് എടുക്കുന്നത്. വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ല. ശർക്കര പാനിയോ പഞ്ചസാരയോ വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ല. ശുദ്ധമായ തേന് മാത്രമാണ്. ഇത് വീട്ടിൽ തന്നെയുള്ള തേനാണ്, വളരെ ശുദ്ധമായിട്ടുള്ള തേനാണ്, കടയിൽ നിന്ന് വാങ്ങിയതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു തിക്നെസ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. നമ്മൾ വീട്ടിൽ നിന്ന് എടുക്കുന്ന വളരെ നാച്ചുറലായിട്ടുള്ള തേനാണ്. ഒരുപാട് അധികം കട്ടി ഉണ്ടായിരിക്കില്ല. ഈ ഒരു രീതിയിലായിരിക്കും അതിൻ്റെ ഒരു തിക്നെസ് വരുന്നത്. അപ്പോൾ അത് ജാർ നിറയോളം തേൻ ഒഴിച്ചതിന് ശേഷം അടച്ച് വയ്ക്കുക. അടച്ച് നമ്മൾ മാറ്റി വയ്ക്കുന്നത് ഒരു 40-45 ദിവസത്തോളം നമുക്കതിനെ അടച്ച് മാറ്റി വയ്ക്കാവുന്നതാണ്. അതിൽ കൂടുതൽ ദിവസം നമ്മൾ വച്ചിരിക്കും തോറും ആ നെല്ലിക്കയിലുള്ള അതിനകത്തുള്ള ആ ഒരു ജ്യൂസ്, നെല്ലിക്കയുടെ തന്നെ ജ്യൂസ് അത് തിരിച്ച് തേനിലേക്ക് ഇറങ്ങും. അപ്പോൾ തേന് കുറച്ചങ്ങ് അത് ദിവസം കഴിയുന്തോറും നമ്മൾ എടുക്കുകയാണെങ്കിൽ ശുഷ്കിച്ച് വരും. അപ്പോൾ ഈ ഒരു സമയത്ത് ഒരു 40-45 ദിവസം ആകുമ്പോഴേക്കും തേനൊക്കെ നെല്ലിക്കയിലോട്ട് കയറി പിടിച്ച് അത് കറക്റ്റ് തേൻ നെല്ലിക്കയുടെ ഒരു പരുവത്തിൽ കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 40 ദിവസം കഴിഞ്ഞതിന് ശേഷം എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിരിക്കുന്നത്. അപ്പോൾ തേന് നെല്ലിക്കയിലോട്ടെല്ലാം കയറി വളരെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ തേൻ മാത്രം ഉപയോഗിച്ച് തേൻ നെല്ലിക്ക ഉണ്ടാക്കുമ്പോൾ പ്രത്യേകത എന്ന് പറയുന്നത് ശർക്കര ഉപയോഗിക്കുമ്പോൾ കുറച്ച് കൂടുതൽ മധുരമായിരിക്കും. നമുക്ക് തേൻ നെല്ലിക്ക കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതൊക്കെ അതാണ്. നല്ലൊരു ഭയങ്കര ഒരു കളറും അതുപോലെ തന്നെ ആ ഒരു കാണുമ്പോൾ ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കും. പക്ഷേ തേൻ മാത്രം ഉള്ളത് കൊണ്ട് തന്നെ കാണുമ്പോൾ അത്രത്തോളം അട്രാക്റ്റീവ് അല്ല. അതുപോലെ തേനിൻ്റെ ഒരു മധുരം എന്ന് പറയുന്നത് ഭയങ്കര ഒരു മധുരമല്ല. നമുക്ക് നാച്ചുറലായിട്ടുള്ള കിട്ടുന്ന തേൻ്റെ ഒരു മധുരം നമുക്കറിയാം. അത് ഭയങ്കര നമ്മൾ ചിന്തിക്കുന്നത് പോലെയുള്ള ഒരു പഞ്ചസാര ചേർക്കുന്നത് പോലെയുള്ള ശർക്കരയുടെ പോലൊരു മധുരമൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ തേൻ ഉപയോഗിച്ചുള്ള തേൻ നെല്ലിക്ക എന്ന് പറയുന്നത് ആ തേനിൻ്റെ ആയിട്ടുള്ളൊരു ആ ഒരു ടേസ്റ്റ്, തേനിൻ്റെ ആയിട്ടുള്ളൊരു മധുരം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഭയങ്കര മധുരമൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അത് കഴിക്കുന്നത് കൊണ്ടുള്ള അതിൻ്റെ ഒരു ഹെൽത്ത് ബെനിഫിറ്റ് ഒരുപാടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കഴിക്കാനായിട്ട് നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ വളരെ നല്ലതാണ്. മാത്രമല്ല ഈ തേനിലേക്ക് ഇട്ട് വെച്ചിരിക്കുന്ന ആ ഒരു തേൻ, ആ ഒരു വെള്ളം അതെന്ന് പറയുന്നത് നമ്മൾ ഇത്രയും ദിവസം കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു തിക്നെസ് വളരെ കുറവായിരിക്കും. ഒരു പച്ചവെള്ളം പോലെ ഇരിക്കും. നമ്മൾ ഒഴിക്കുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം കുറച്ച് തിക്കായിരിക്കും തേനെന്ന് പറയുന്നത്. ഭയങ്കരമായിട്ട് തിക്കല്ല, കുറച്ച് തിക്കായിരിക്കും. ഈ തേന് ഒന്ന് കുടിച്ച് നോക്കുകയാണെങ്കിൽ ചെറിയൊരു മധുരവും ആ നെല്ലിക്കയുടെ ഒരു കടുപ്പ് കനത്ത് കാണും. അപ്പം നമുക്കൊരു ഗ്ലാസ്സിൽ ഇതിൽ നിന്നൊരു 3-4 സ്പൂണ് തേൻ എടുത്തതിന് ശേഷം അതിലേക്ക് തണുത്ത ചൂടുവെള്ളമോ പച്ചവെള്ളമോ നമുക്കിഷ്ടമുള്ളതുപോലെ അതിനകത്ത് ഒഴിച്ച് മിക്സ് ചെയ്ത് നമുക്ക് ഒരു ഡ്രിങ്കായിട്ട് നമുക്കത് ഉപയോഗിക്കാം. അത് വളരെ നല്ലതാണ്. ഒരു നെല്ലിക്കയുടെ ഒരു കടുപ്പ് കൂടെ അതിനകത്തുണ്ടാവും. അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, കൊച്ചുകുട്ടിക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ അത് നമുക്ക് വളരെ ഹെൽത്ത് നല്ലതാണ്. അപ്പോൾ ഇത് എല്ലാവരും ചെയ്ത് നോക്കുക. പ്യുവറായിട്ട് തേൻ മാത്രം ഉപയോഗിച്ചുള്ള തേൻ നെല്ലിക്കയാണ്. ഇപ്പോൾ ശർക്കരയും ചേർത്തുള്ളത് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഇതിനേക്കാളും ടേസ്റ്റാണ്. പക്ഷേ ഇത് കുറച്ചുകൂടെ ഹെൽത്തിയാണ്.
അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കുക. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു തേൻനെല്ലിക്ക റെസിപ്പിയാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. താങ്ക് യു.